തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇടത് മേൽക്കോയ്മ തുടരുമോ എന്നതാണ് കണ്ണൂരിലെ പ്രധാന ചോദ്യം. കോർപ്പറേഷനെ ജനവിധി അനുകൂലമാക്കാൻ പണി 18 പയറ്റിയിട്ടുണ്ട് LDFും UDFും. വിമതർ വിജയിച്ചാൽ പയ്യന്നൂർ നഗരസഭയിൽ CPMനും കണ്ണൂർ കോർപ്പറേഷനിൽ UDFനും ക്ഷീണമാകുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതിൻ്റെ ഇളകാത്ത കോട്ട. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇടതിൻ്റെ ആധിപത്യം. എന്നാൽ സ്ഥിതി വ്യത്യസ്തമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ. കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം പിടിക്കുകയാണ് LDFിൻ്റെ ലക്ഷ്യമെങ്കിൽ സംസ്ഥാനത്ത് ഭരണമുള്ള ഏക കോർപ്പറേഷൻ നിലനിർത്തുകയാണ് UDFിൻ്റെ ലക്ഷ്യം. അതേസമയം തന്നെ 3 വാർഡുകളിലെ വിമതർ UDFിന് ഭീഷണിയുമാണ്. വിമതൻ അങ്ങനെ ഭീഷണിയാണെങ്കിൽ ലീഗിന്റെ മൊത്തം നേതൃത്വം നമ്മുടെ കൂടെ, അതിന്റെ ഔദ്യോഗിക പ്രസിഡന്റും സെക്രട്ടറി ഉൾപ്പെടെ നമ്മുടെ കൂടെയാണ്. അപ്പോൾ അതൊരു ഇവരുമായി ധാരണയിൽ ഉണ്ടാക്കി മനസ്സിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അത് ഇവിടെ CJP മുന്നണി ജയിക്കും എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ മതനിരപേക്ഷ ജനത കൈക്കേ വോട്ട് ചെയ്യും. ഇവിടെ കൈയും കോണിയും മാത്രമാണ്. അതൊരു PR വർക്ക് മാത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടത് അതൊരു PR വർക്ക് മാത്രമാണ്. ആ പ്രചാരണം വോട്ടായിട്ട് മാറുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അവരിപ്പോൾ വാസ്തവത്തിൽ ഞാൻ കേവലം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അവർ ഫൈറ്റ് ചെയ്യേണ്ടത് ശരിക്കും ഇവിടെ LDF ആയിട്ടാണ്. LDF കോൺഗ്രസുമായിട്ടാണ് ഇവിടെ മത്സരം വരേണ്ടത്. പക്ഷേ LDFിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ മുഖ്യശത്രു ഞാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ എന്നെയാണ് അവർ പരിഗണിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലാകെ 8 നഗരസഭകൾ, 5ഇടത്തും ഭരണം LDFിന്. കോൺഗ്രസിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി BJP മുഖ്യപ്രതിപക്ഷമായ തലശ്ശേരി നഗരസഭ. പ്രതിപക്ഷമില്ലാതെ LDF ഭരിക്കുന്ന ആന്തൂരിൽ ഇക്കുറി 5ഇടത്ത് എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ ജയിച്ചും കഴിഞ്ഞു. ഒപ്പം CPIMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി LDF വിമതനായി മത്സരിക്കുന്ന പയ്യന്നൂർ. ശ്രദ്ധേയ മത്സരങ്ങൾ നടക്കുന്നത് ഈ നഗരസഭകളിലെങ്കിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത് ശ്രീകണ്ഠാപുരത്താണ്. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ മുൻ ACP TK രത്നകുമാറിനെ രംഗത്തിറക്കി LDF നഗരസഭ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിലനിർത്തുകയാണ് UDFിന്റെ ലക്ഷ്യം. ഇടതുപക്ഷത്തിന്റെ പ്രചരണം ആയുധം തന്നെ സംസ്ഥാനത്ത് എമ്പാടുമുള്ള വികസനവും അതുപോലെ ഈ എമ്പാടും അത്രമേൽ വികസനം നടക്കുമ്പോൾ തീർത്തും വികസന മുരടിപ്പുള്ള ശ്രീകണ്ഠാപുരം നഗരസഭയുടെ വികസനമില്ലായ്മയും രണ്ടും കൂടിയാണ് നമ്മുടെ പ്രചരണ ആയുധം. അത് വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പിണറായി വിജയന്റെയും ദുർഭരണം, ഞാനതിന് വ്യാഖ്യാനിക്കുന്നില്ല, ദുർഭരണം തന്നെ ഞങ്ങൾക്ക് ജനങ്ങളിൽ മതിയായ വെറുപ്പ് അവരോട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇടതുപക്ഷ മുന്നണിയിലെ ആളുകൾ തന്നെ ഒറ്റക്കും തെറ്റക്കും രഹസ്യമായും എല്ലാം ഞങ്ങൾക്ക് പിന്തുണ പല രീതിയിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയത്തിന്റെ കാര്യത്തിലൊന്നും ഒരു സംശയവും UDFിനോ കോൺഗ്രസിനോ ഐക്യമുന്നണി ജനാധിപത്യ മുന്നണിക്കോ ഇല്ല. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 57ഇടത്ത് LDF, 12ഇടത്ത് UDF, 2ഇടത്ത് ആർക്കും ഭൂരിപക്ഷമില്ല. ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ 17ഇടത്ത് LDF എങ്കിൽ 7ഇടത്ത് UDF. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11ൽ 10ഉം LDFിനൊപ്പം. ഇത്തവണ ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത് 3 പഞ്ചായത്തുകളിൽ: ആറളം, കൊട്ടിയൂർ, നാറാത്ത്. കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണമാറ്റമുണ്ടാകുമോ? ആറളം, കൊട്ടിയൂർ, നാറാത്ത് പഞ്ചായത്തുകളിൽ ഇക്കുറി ആര് ജയിക്കും? BJP എത്രത്തോളം നില മെച്ചപ്പെടുത്തും? SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയ പാർട്ടികൾ ഏത് നിലയ്ക്ക് പ്രകടനം കാഴ്ചവെക്കും? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്നുണ്ട് കണ്ണൂരും. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.